ഞാൻ താങ്കളിലേക്ക് വരാം. KP റഹ്മത്തുള്ള കൂടി അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ റഹ്മത്തുള്ള, ഇവിടെ പറയുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് P ജയരാജൻ. ആ പേര് ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ പരാമർശവും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മാത്രവുമല്ല, ഈ P ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില ഗാനങ്ങളൊക്കെ നേരത്തെ ചർച്ചയായ സാഹചര്യമുണ്ട്. അവിടെയൊന്നും വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പാർട്ടി കൃത്യമായി നിലപാടെടുത്തൊരു പശ്ചാത്തലമുണ്ട്. ഈ പറഞ്ഞതുപോലെ P ജയരാജന്റെ പേര് മാത്രമല്ല അവിടെ സൂചിപ്പിക്കേണ്ടത്, വിജയകുമാറിൻ്റെയൊക്കെ, ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കടക്കം ഇടം ലഭിക്കാതെ പോയിട്ടുണ്ട് സമിതികളിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിയോജിപ്പ് പാർട്ടിക്കുള്ളിൽ ഈ കമ്മിറ്റി രൂപീകരണ സമയത്ത് തന്നെ P ജയരാജൻ ഉന്നയിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ ലിസ്റ്റ് തിരുത്താൻ തയ്യാറാകാതെ വരികയും അങ്ങനെ അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ അമർഷമൊക്കെ അണികളിലേക്കോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിലേക്കോ ഒക്കെ കൂടുതൽ വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ടോ? വളരെയേറെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പിണറായിയുടെ അപ്രമാദിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് ജയരാജൻ തൽക്കാലം അടങ്ങിയിരിക്കുന്നത്. കണ്ണൂരിലെ വേറെ ഏത് നേതാവിനോടും ഒറ്റക്കേറ്റുമുട്ടി, അത് EP ജയരാജനാണെങ്കിലും M ഗോവിന്ദനാണെങ്കിലും MV ജയരാജനാണെങ്കിലും KK ശൈലജയാണെങ്കിലും ഒക്കെ അവരോടൊക്കെ ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ് P ജയരാജനുള്ളത്. അതിന് മാത്രം ജനസ്വാധീനമുള്ള ആളാണ് ജയരാജൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ CPM ഘടനയിൽ പിണറായിക്ക് അല്പം ശക്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് ജയരാജൻ തയ്യാറാകാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 25 കൊല്ലമായി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മത്സരിക്കാൻ വാസവന് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ P ജയരാജനെ അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് വടകരയിൽ മത്സരിപ്പിച്ചത്. മത്സരം കഴിഞ്ഞതിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തിട്ടുമില്ല. കഴിഞ്ഞ കുറെ കാലമായി പിണറായിയുമായി ബന്ധപ്പെട്ട് പിണറായിയെ താലോലിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നതാണ് സത്യം. അതിന്റെ ഫലമായിട്ടാണ് P ജയരാജൻ കുറെ കാലമായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നയം തുടരുന്ന കാലത്തോളം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കനത്ത തിരിച്ചടിയുണ്ടായാൽ പിണറായിക്കെതിരെ പാർട്ടിയിൽ ശക്തമായ വിമത സ്വരം ഉയരുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ പിണറായിയുടെ അപ്രമാദിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് പാർട്ടി നേതാക്കൾ സഹിച്ചു നിൽക്കുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വിമർശനങ്ങളും വിയോജിപ്പുകളും ഒക്കെ വളരെ ഗംഭീരമായി ഉയരാറുണ്ടായിരുന്നു. പക്ഷേ ഈ സമ്മേളനത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്ന ഒരു മനോനിലയിലേക്ക് CPM സമ്മേളന പ്രതിനിധികൾ പോലും മാറിപ്പോയി എന്നതാണ് സത്യം. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയാണെങ്കിലും സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ഒക്കെ ഈ ബഹുഭൂരിപക്ഷവും കണ്ണൂർക്കാരാണ് എന്ന ഒരാക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരവസരം വന്നാൽ ഇപ്പോൾ പിണറായിയോടൊപ്പം നിൽക്കുന്നവരെല്ലാം തന്നെ ജയരാജനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരും എന്ന് തീർച്ചയാണ്. അതിൽ ഒരു കാര്യം കൂടി താങ്കൾ ഈ സൂചിപ്പിച്ചു, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് പ്രതിഫലിച്ചേക്കാമെന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ ഒരു സംവിധാനം അനുസരിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിന് പിന്നിൽ ആരാണ് എന്നും എങ്ങനെയാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ രീതികളെല്ലാം മാറും. പാർട്ടിയാണ് വലുത് എന്നതാവും, പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതാകും, പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന നിലയിലേക്കൊക്കെ മാറും. ആ സമയത്ത് ഈ പാർട്ടി വാളെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് പ്രതിഫലിക്കുമെന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അച്ചടക്കത്തിന്റെ മേൽവാൽ ഉയർത്തിക്കൊണ്ട് ദീർഘകാലം ഏകാധിപത്യം തുടരാൻ കഴിയില്ല എന്നതാണ് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-നോളം കേരളത്തിൽ അടിപറ്റിയ മറ്റൊരു പാർട്ടിയുമില്ല എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ അത് ചർച്ച ചെയ്തതാണ്. അതിന്റെ പേരിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. പക്ഷേ ഇവിടെ സമ്മേളന പ്രതിനിധികളിൽ ആരും തന്നെ
ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വമ്പൻ തിരിച്ചടിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നതാണ് സത്യം. മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം മോശമാണ് എന്ന ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടായത്. സത്യത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തെ പിണറായിയുടെ തുടർ ഭരണത്തിന്റെ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതാണ് സത്യം. അങ്ങനെ പാർട്ടി വിലയിരുത്തുന്നില്ലെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായി ശബ്ദിച്ച ഒരു പാർട്ടിയാണിപ്പോൾ നയവ്യതിയാനം നടത്തി നാട്ടിലെ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മുതലാളിമാർക്കും കുത്തകകൾക്കും വേണ്ടി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ആ നയരേഖയാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. ആശയ സമരമല്ല, പങ്കുവെക്കലാണ് നടക്കുന്നത് എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ CPM-നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, സംഘപരിവാറിനെ എതിർക്കാനുള്ള മടി കൊണ്ട് ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ച് വളരെ കുറഞ്ഞ സ്വാധീനമുള്ള മുസ്ലിം പാർട്ടികൾക്കെതിരെയാണ് പാർട്ടി ഇപ്പോൾ വാളെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്.